ആഘോഷിക്കപ്പെടുമ്പോൾ ഈ തിരുവചനമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. സമ്മിശ്ര വികാരങ്ങളോടെ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് വർഷിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടുത്തെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വർഷിക്കപ്പെടുന്നതിനെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ ശ്രീ ജോയി അവർ പറഞ്ഞതുപോലെ ഈ കുടുംബയോഗം നടന്നു കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തിയാണ് മരിച്ചുപോയ പാപ്പച്ചൻ പടിഞ്ഞാറേക്കുറ്റൻ. നമ്മളിന്ന് 15ാമത്തെ കുടുംബയോഗം ഇവിടെ സന്തോഷപൂർവ്വം ആഘോഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നില് വെറും 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിരുന്ന ഒരു കുടുംബ സ്നേഹിയുടെ ധീരമായ സാഹസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയുമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് തിരസ്കരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഏത് വിധേനയും നമ്മുടെ ഒരു കുടുംബ ചരിത്രം എഴുതണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തൻ്റെ 60ാമത്തെ വയസ്സിൽ കുടുംബങ്ങളെല്ലാം നടന്നു കയറി വിവരങ്ങളെല്ലാം ശേഖരിച്ച്, പക്ഷേ ഇത് നടന്നു പോകണമെന്ന് ആഗ്രഹിക്കാതെ 2007 സെപ്റ്റംബർ 3-ാം തീയതി മരണപ്പെടുകയാണ് അദ്ദേഹം. മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ആ എഴുതി വെച്ച കുടുംബങ്ങളൊക്കെ ശേഖരിച്ചു വെച്ച എല്ലാം മാറ്റങ്ങളും എടുത്തു നോക്കി അതിൻ്റെ പുറത്തെ 2/9/2007 സൈൻ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടാണ് അച്ഛൻ്റെ മരണം. ഇപ്പോൾ ഇന്നത് ഓർക്കുമ്പോൾ അത് എഴുതിയ ഒരു ബുക്കായിട്ട് എഴുതി കൊടുക്കാനൊക്കെ ഞങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചിട്ട് ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു, വളരെ എനിക്കൊരാഗ്രഹമുണ്ട് നമ്മുടെ കുടുംബ ചരിത്രം എഴുതണമെന്ന്. ഞാൻ അന്നേരം എടുത്ത് വായിച്ചു പറഞ്ഞു, അപ്പച്ചന് പണിയൊന്നുമില്ല, അറിയാതിരിക്കാൻ പറഞ്ഞു. പക്ഷെ അത് തൻ്റെ മരുമകളിൽ കൂടെ പൂർത്തീകരിച്ച് വെച്ചിട്ടാണ് അപ്പച്ചൻ കടന്നുപോയത്. ഇപ്പോൾ അപ്പച്ചനെ നന്ദിയോടെ ഓർക്കുകയാണ്. ആ ഒരു സംരംഭത്തിന് തുടക്കം പിടിച്ചാണ് പിറ്റേ വർഷം 2008 മുതൽ നമ്മുടെ കുടുംബയോഗം ആഘോഷിക്കാനായിട്ട് തുടങ്ങിയത്. ഞങ്ങളധികം കുടുംബയോഗത്തിൽ സംബന്ധിച്ചിട്ടില്ല പല പല കാരണങ്ങളാൽ. എന്നാലും അടിക്കാമ്പൂരിൽ വെച്ച് നടത്തിയ കുടുംബയോഗത്തിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ പങ്കെടുക്കുന്നതും കുടുംബാംഗങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുവാനൊക്കെ ഇടയായിട്ടുള്ളത്. ഇവിടെ മലബാറിലൊക്കെ വന്നു കഴിഞ്ഞു അതിൽ നാട്ടിലേക്ക് പോയി എല്ലാവരുമായിട്ട് പരിചയപ്പെടാനൊന്നും സാധിച്ചിട്ടില്ല എങ്കിലും കുടുംബത്തിന്റെ ചരിത്രം മുഴുവൻ അപ്പച്ചൻ പറഞ്ഞു തരുമായിരുന്നു ഞങ്ങൾക്ക്. ആ ഒരു ഓർമ്മയോടുകൂടി കുടുംബാംഗങ്ങളെ കാണുന്നതിനുള്ള ഒരവസരവും നമ്മുടെ സ്നേഹവും ഐക്യവും കൂട്ടായ്മയും പരസ്പരമുള്ള ബന്ധങ്ങളും എല്ലാം വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഓരോ കുടുംബയോഗങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വീണ്ടും ദൈവമായ കർത്താവ് നമുക്ക് വളരെ ശക്തമായ പ്രത്യാശയുടെ വചനമാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് തലമുറകളെ അവകാശമായിട്ട് തരും. ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ തലമുറകളാണ്. അതിന് വിശ്വാസത്തിന് അടിയുറച്ച നല്ല തലമുറകൾ. പ്രിയപ്പെട്ടവരെ, ഇനി 15ാമത്തെ കുടുംബയോഗം ഇവിടെ നമ്മൾ ആരംഭിക്കുമ്പോൾ ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ സമർത്ഥമായിട്ടുണ്ടാകട്ടെ എന്ന് നമ്മുടെ കുടുംബങ്ങൾ പടിഞ്ഞാറേക്കുറ്റ കുടുംബത്തിലുള്ള പല പല ശാഖകളായിട്ട് പല സ്ഥലങ്ങളിൽ താമസിച്ച ആ സ്ഥലപ്പേരുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ കുടുംബാംഗങ്ങൾ നമ്മളുണ്ട്. ആ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും അറിയലിൻ്റെയും കൂട്ടായ്മയുടെയും ശക്തിപ്പെടുത്തലുകളുടെയും അനുഗ്രഹമുള്ള കുടുംബമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ പൗരോഹിത്യ സമർപ്പിത ദൈവവിളികൾ ധാരാളമായിട്ട് വിളഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമാണ് പടിഞ്ഞാറേക്കുറ്റ കുടുംബം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ പൗരോഹിത്യ സമർപ്പിത ദൈവവിളികളും വിശ്വാസത്തിന്റെ വിളനിലങ്ങളായ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും കൂട്ടായ്മയുടെയുമായ നല്ല കുടുംബങ്ങൾ നമ്മുടെ ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മളിൽ നിന്ന് കടന്നുപോയ എല്ലാ പൂർവികരെയും അനുസ്മരിച്ചുകൊണ്ടും ഈ 15ാമത്തെ പടിഞ്ഞാറേക്കുറ്റ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു.